കാരണം ജയം അനിവാര്യമാണ് ഇരു ടീമുകൾക്കും. ആൻഡ് ലിഫയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ ഒരു മത്സരം ആരംഭിക്കുകയാണ്. ഒരുപാട് ഗോളുകൾ നമ്മൾ കണ്ടു. ആൻഡ് മടങ്ങി വരാം. നല്ലൊരു മൂവ്മെൻ്റ് ആണ്. ആൻഡ് ബാസിൽ 1 vs 1 സിറ്റുവേഷൻ. ബാസിൽ യെസ്, ഗോൾ നമ്പർ 1. ഫാറൂഖ് കോളേജ് വന്നിട്ടില്ല എന്ന കാര്യം ഉടൻ തന്നെ ഒരു ഗോൾ കണ്ടെത്തിയിരിക്കുന്നു ഫാറൂഖ് കോളേജ്. ഒക്കെ നല്ലൊരു ഫിനിഷിംഗ് ആണ്. ഫസ്റ്റ് ടൈം റിസീവ് ചെയ്തുകൊണ്ട് ഒരു നെയ്റ്റായിട്ട് ആ ഒരു ബോൾ പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ കയറി ഗോൾ കീപ്പറേയും ട്രിബിൾ ചെയ്ത് ഈസി ആയിട്ട് ഗോൾ വലയിൽ എത്തിച്ചിരിക്കുകയാണ് ബാസിൽ. മികച്ചൊരു മുന്നേറ്റമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. മിഷാൽ 1 vs 1 സിറ്റുവേഷൻ. ആൻഡ് മിഷാൽ മത്സരത്തിൻ്റെ 21ാമത്തെ മിനിറ്റിൽ മിഷാൽ നേടിക്കൊടുക്കുന്നു അവരുടെ 2ാമത്തെ ഗോൾ. മികച്ച ഒരു സെറ്റായിരുന്നു അത്. നോക്കുക, നല്ലൊരു പെനട്രേഷൻ പാസ്. ഒരു 1 vs 1 സിറ്റുവേഷൻ. ഗോൾ കീപ്പർ അഡ്വാൻസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഈസിയായി വലയിൽ എത്തിച്ചിരിക്കുകയാണ് മിഷാൽ. ജേഴ്സി ആൻഡ് തഫ്സീറിൻ്റെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ബോളാണ് കൊടുക്കുന്നത്. നോക്കുക, ആൻഡ് ഗോൾ നമ്പർ 3 ഫാറൂഖ് കോളേജ്. എതിരില്ലാത്ത ഗോൾ നേടിക്കൊണ്ട് തഫ്സീർ കളിയിലെ താരമായിരിക്കുകയാണ് ഇപ്പോഴും. നോക്കുക, ഫ്രീ ആണ്. എത്രത്തോളമാണ് അവരുടെ ഡിഫൻസ് എന്ന് നോക്കുക. ലിറ്റിൽ ഫ്ലവർ ഫുട്ബോൾ അക്കാഡമിയുടെ കുറച്ചുകൂടെ ഡിഫൻസ് സെറ്റ് ചെയ്ത് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിൽ മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനൊരു ഗ്രൗണ്ട് ബോൾ കൊടുത്തിരിക്കുന്നു. നല്ലൊരു ചാൻസ് ആണ്. ആൻഡ് ഗോൾ നമ്പർ 4 ഫാറൂഖ് കോളേജ് 4ാമത്തെ ഗോൾ കണ്ടെത്തുന്നു ശ്രമിക്കുകയാണ്. നോക്കുക, ആ ഒരു സെറ്റ് പീസിൻ്റെ ഞാൻ പറഞ്ഞു നല്ലൊരു ഫ്രീ കിക്കായി മാറ്റാൻ കഴിയും. ഒരു ഗ്രൗണ്ട് ബോൾ കൊടുത്തുകൊണ്ട് ഒരു പെനട്രേഷൻ പാസിലൂടെ ജേഴ്സി നമ്പർ 19 അനായാസം തന്നെ ഗോൾ വലയിലെത്തിച്ചിരിക്കുകയാണ് അമൽ. ഇപ്പോഴും എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ഫാറൂഖ് കോളേജ് ലീഡ് തുടരുകയാണ്. ഗോൾ കീപ്പർ പുറത്തേക്ക് ഇറങ്ങി വന്ന് കളിക്കുന്ന കാഴ്ച ഇപ്പോഴും. ഗോൾ പോസ്റ്റിൽ ഗോളിയില്ല. ആൻഡ് ഗോൾ നമ്പർ 5 5ാമത്തെ ഗോളും നേടിക്കൊണ്ട് ഫാറൂഖ് കോളേജ് ലീഡ് വർദ്ധിപ്പിക്കുകയാണ്. ഇവിടെ കളിക്കുന്നതാണ് ഈ ഒരു ഗോളിൻ്റെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത്. നോക്കുക, ഈസി ആയിട്ടാണ് പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്ത് നിന്നും അബ്ദുൾ ബാസിൽ ആ ഒരു ഗോൾ കണ്ടെത്തുന്ന ഈ ഒരു ഗോളോടുകൂടി സ്ട്രൈക്കേഴ്സിന് വേണ്ടി. ആൻഡ് 1ാം പകുതിയുടെ വിസിൽ വന്നിരിക്കുന്നു. ബാസിലിൻ്റെ ഒരു ഫോർവേഡ് ബോളാണ്. ഇപ്പോഴും ഒരു ഗോൾ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. നല്ലൊരു പാരൽ പാസ് വരുന്നു. ആൻഡ് ഒരു സെൽഫ് ഗോൾ ആയിരിക്കുകയാണ് ലിറ്റിൽ ഫ്ലവർ ഫുട്ബോൾ അക്കാഡമിയുടെ പേരിൽ ഒരു സെൽഫ് ഗോൾ. ഫാറൂഖ് കോളേജ് 6, ലിറ്റിൽ ഫ്ലവർ ഫുട്ബോൾ അക്കാഡമി 0. പാസ് കളിച്ചിരിക്കുകയാണ്. ജേഴ്സി നമ്പർ 24 ലബീബാണ്. ലബീബ് യെസ്, പെനാൽറ്റി. ആൻഡ് ലബീബ് മത്സരത്തിൻ്റെ 88ാമത്തെ മിനിറ്റിൽ 7ാമത്തെ ഗോൾ നേടിക്കൊണ്ട് ഫാറൂഖ് കോളേജ് മുന്നിലോട്ട് വന്ന് ക്ലിയറൻസ് നടത്തിയിരിക്കുകയാണ്. നല്ലൊരു പാരൽ പാസ് വരുന്നു. വീണ്ടും ഒരു ഗോൾ കണ്ടെത്താനുള്ള ശ്രമം. യെസ്, ഗോൾ നമ്പർ 8 ജേഴ്സി നമ്പർ 15. 8 ഗോളുകളാണ് ലിഫയ്ക്കെതിരെ ഫാറൂഖ് കോളേജ് നേടുന്നത് ഈ ഒരു മത്സരത്തിൽ. നോക്കുക, ആ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഗോൾ കീപ്പറുടെ വലതു ഭാഗത്തേക്ക് ഈസിയായി തന്നെ ബോൾ എത്തിച്ചുകൊണ്ട് ഹംദിൻ്റെ ഒരു ഫസ്റ്റ് ടൈം ഷോട്ടാണ്. വലിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോകുന്നത്. ആൻഡ് മത്സരത്തിൻ്റെ ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത 8 ഗോളുകൾക്ക് ഫാറൂഖ് കോളേജ് ഈ ഒരു മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. ആൻഡ് ഫൈനൽ സ്കോർ ഫാറൂഖ് കോളേജ് 8, ലിഫ 0.